നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നന്ദഗോവിന്ദ ഭജൻസിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വളരെയധികമായിട്ടുള്ള ആക്ഷേപങ്ങളും ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. നന്ദഗോവിന്ദൻ ഭജൻസ് അല്ല അതിനകത്ത് ഏറ്റവും വലിയ കുറ്റം ചെയ്തിരിക്കുന്നത്. ഇത് കുറ്റം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം അവർ അമ്പല കമ്മിറ്റിക്കാരോട് അനുവാദം ചോദിച്ചു, അവരനുവാദം കൊടുത്തു, ഒരു പാട്ട് പാടി. ഇപ്പോൾ ഇനി അത് വേണ്ട, ഇനി അമ്പലത്തിൽ പാടണ്ട, ഇനിയിപ്പോൾ അമ്പല കമ്മിറ്റിക്കാർ ഇവരെ ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻ ഗാനങ്ങളൊന്നും പാടണ്ട ആരെങ്കിലും ആവശ്യപ്പെട്ടാലും എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിപ്പം നന്ദഗോവിന്ദം ഭജൻസ് വന്നപ്പം ഇത്രയും ക്രൗഡ്, ശരിയാണ്, പ്രശാന്ത് വർമ്മ ഉണ്ടായിരുന്നു, എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ പനച്ചിക്കാട് ഗോപൻ. അവരുടെയൊക്കെ വളരെയധികം നന്നായിട്ട് ആസ്വദിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ. ഞങ്ങളൊക്കെ ഇവിടെ ഭജന സംഘങ്ങളും അതൊക്കെ പോകുന്നതും ഒക്കെയാണ്, സംഭവം ഒക്കെ ശരിയാണ്. പക്ഷേങ്കിൽ ഇത്രയധികം ലക്ഷക്കണക്കിന് ആൾക്കാർ ക്രൗഡ് ഒരു ഭജന കേൾക്കാൻ വരുന്നത് നന്ദഗോവിന്ദം ഭജൻസ് വന്നതിന് ശേഷമാണ് എന്നാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ആദ്യം ഉത്തരം നൽകേണ്ടത് അമ്പല കമ്മിറ്റിക്കാരാണ്. അവരെന്തിനാണ് ഇവർക്ക് അനുവാദം കൊടുത്തത്? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ ഹിന്ദു കൂടുന്നത്, ഇത്രയും അധികം ക്രൗഡായിട്ട് ഹിന്ദു കൂടുന്നതിന് അസഹിഷ്ണുതമായ നിന്ന കുറേ അധികം ആൾക്കാർ ഇതിനെ കണ്ട് വളരെ ഭീകരതയോടെ, അതായത് ഇവർ ഭീകരവാദമാണ് ചെയ്യുന്നത് എന്ന് വ്യാഖ്യാനിച്ച കുറേ അധികം ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ തന്നെ ഞാനൊരു വടി തന്നിരിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ അടിച്ചോളൂ, ഞങ്ങൾ ഒരിക്കലും നന്നാവില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കമൻറ്റ് ബോക്സ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ മുഖവും ഒന്നുമില്ലാത്ത കുറേ ആൾക്കാർ അതിനകത്ത് നമ്മളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി തന്നെ കുറേ കമൻസ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും ഇതിനെ എടുത്തിട്ട് അലക്കി മനുഷ്യൻ്റെ മുമ്പിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നന്ദഗോവിന്ദ ഭജൻസ് അല്ല, ആദ്യം ഇതിന് അനുവാദം കൊടുത്ത അമ്പല കമ്മിറ്റിക്കാർ ഉത്തരം പറയട്ടെ. അവർ അനുവാദം കൊടുത്തപ്പോൾ ഇവരൊരു പാട്ട് പാടി. ഇനിയിപ്പോൾ ഏതെങ്കിലും അമ്പല കമ്മിറ്റിക്കാർ ഈ പറഞ്ഞ നന്ദഗോവിന്ദം ഭജൻസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭജൻസുകാരെയോ പാടാൻ വേണ്ടി ക്ഷണിച്ച് അവർക്ക് കാശ് കൊടുത്ത് പാടാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ നിങ്ങൾ പറയുക ക്രിസ്ത്യൻ ഭക്തിഗാനോ മുസ്ലിം ഭക്തിഗാനോ ഒന്നും പാടണ്ട, ഭജൻസ് മാത്രം, ഹിന്ദു ഭജൻസ് മാത്രം പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇതിനകത്തുള്ളൂ. അവർ ഒരു പ്രാവശ്യം പാടി, പിന്നീട് എങ്ങും അവർ പാടിയിട്ടുമില്ല. അല്ലെങ്കിൽ അവർ സ്ഥിരം ഇത് ആക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ അതൊരു അജണ്ടയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയൊരു പ്രൊപ്പഗണ്ട ഒളിഞ്ഞിരിക്കുന്നുള്ള കാര്യം ഒരു ഹിന്ദുവും മനസ്സിലാക്കുന്നില്ല, ഇവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരാളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഭജനാണ്, അവിടെ ഭജനയാണ്, ഹിന്ദു ഭക്തിഗാനങ്ങളാണ്, അവർക്ക് വേണേൽ ഓർക്കസ്ട്ര ആക്കി പാടിക്കോട്ടെ എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം ആ കമ്മിറ്റിക്കാർ പറയട്ടെ, ആദ്യം അവർ അനുവാദം കൊടുത്തിട്ടല്ലേ ഇവർ പാടിയത്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് കിടന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് നാറേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ ശരിയാ ഗാനമേളയാണ്, അമ്പലങ്ങളിലൊന്നും അല്ല, ക്രിസ്ത്യൻ പള്ളികളിലൊന്നും മുസ്ലിം പള്ളികളിലൊന്നും ഭജൻസ് അല്ല നടക്കുന്നത്, അവിടെ ഗാനമേളയാണ് നടക്കുന്നത്. പക്ഷേങ്കിൽ അവിടെയൊക്കെ പള്ളി മുറ്റത്തോ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ മുസ്ലിം പള്ളിയുടെ മുറ്റത്താണ് ഇത് നടക്കുന്നത്. അവിടെയൊക്കെ ഹിന്ദു ഭക്തി ഗാനങ്ങളും ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങളും ഒക്കെ പാടുന്നുണ്ട്. ഹിന്ദു ഭക്തി ഗാനങ്ങൾ ഇഷ്ടംപോലെ പാടുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഒക്കെ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ഹിന്ദു ഭക്തി ഗാനങ്ങളൊക്കെ അല്ലേ. വർണ്ണമയിലേറും അല്ലെങ്കിൽ വേൽമുരുകാഹര, ഞങ്ങളുടെ ഇവിടെ അടുത്ത മുസ്ലിം പള്ളിയിലെ പള്ളിക്കെട്ട് വരെ പാടി എന്നുള്ളതാണ്. അപ്പം ഇതിനെ ഒന്നും മാത്രം വലിയൊരു പ്രശ്നമായിട്ട് അതൊരു പ്രൊപ്പഗണ്ടയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ആരാണോ നമ്മളെ തമ്മി തല്ലിക്കാൻ വേണ്ടി അവസരം കാത്തിരുന്നത്, അവർക്ക് ഇനി ഞങ്ങൾ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല, നന്ദഗോവിന്ദം ഭജൻസുകാർ മതേതരമാവാൻ പോകുന്നു, അവരെ ഇനിയും അങ്ങനെ ഒരു സംഭവം, അവരെ ഏത് രീതിയിൽ ഇടിച്ചു താഴ്ത്തി അവരുടെ ഈ പ്രസൻസ് ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കുമോ എന്ന് കച്ചകൂട്ടിയിരുന്നവർക്ക് ഒരവസരം നമ്മളായിട്ട് ഒരുക്കി കൊടുത്തു എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ എനിക്ക് അതിനകത്ത് വേറെ ഒന്നും തർക്കിക്കാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പലരും എന്നെ പറഞ്ഞ് തിരുത്താനായിട്ട് ഒരുപാട് ശ്രമം നടത്തി. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് മറ്റൊരാളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായമായിട്ട് പറയാൻ സാധിക്കില്ല. അപ്പം എൻ്റെ അഭിപ്രായം എന്തായാലും ഇതാണ്. നിങ്ങൾ എത്ര എന്നെ ചീത്ത വിളിച്ചാലും എത്ര എന്നെ ചെളിവാരി എറിഞ്ഞാലും ഹിന്ദു എന്നും ഹിന്ദുവാണ് എന്നുള്ളതിന് തെളിവാണ് ഈ കാണിക്കുന്നത്. അതായത് നമ്മൾ ഒരിക്കലും ഒരുമിക്കില്ല എന്നുള്ളതിനൊരു തെളിവാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. അല്ലാതെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് നമ്മൾ തന്നെ ഒരു വടി വെട്ടി കൊടുത്തിരിക്കുന്നു, നീ അടിച്ചോ, ഞങ്ങൾ നന്നാവില്ല എന്ന്. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്ത് വേണമെങ്കിലും കമൻറ്റ് ബോക്സിലിടാം. പക്ഷേ എൻ്റെ അഭിപ്രായം ഇതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നന്ദി.